എൻട്രിയിൽ ഇപ്പോൾ എജു ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജൂണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എജു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എജു ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് എൻട്രിയുടെ എല്ലാ ടെക്നിക്കൽ കോഴ്സുകളും ഏറ്റവും മികച്ച ഓഫർ. RRB ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വരുമോ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഏത് മാസമായിരിക്കും, ഈ വർഷം വരുമോ, അല്ലെങ്കിൽ RRB JEE ഇത്തവണ വേക്കൻസി ഉണ്ടാവുമോ, RRB JEE എക്സാമിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റിൽ എത്തുമ്പോൾ എത്ര സാലറി കിട്ടും, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പല ആളുകളും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നമ്മൾ RRB JEE കുറിച്ച് തന്നെ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നത്. അപ്പോൾ RRB JEE എക്സാമിനേഷനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, RRB JEE എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എങ്ങനെയായിരിക്കും, അതേപോലെ സാലറി എത്രത്തോളം നിങ്ങൾക്ക് സാലറി ലഭിക്കാൻ പോകുന്നുണ്ട്, ഇതിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു ടെക്നിക്കൽ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കൽ എക്സാം ആണ് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ. RRBയുടെ എക്സാംസിലെ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസിയോട് കൂടി നടത്തുന്ന പരീക്ഷകൾ ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏറ്റവും അനായാസം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ. നിങ്ങളിപ്പോൾ BTech ജസ്റ്റ് കഴിഞ്ഞ ഒരാളാണെങ്കിലും, കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ടെക്നിക്കൽ എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയാത്ത ഒരാളാണെങ്കിലും RRB ജൂനിയർ എക്സാമിനെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് RRBയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, RRB JEEയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 2025 വരുന്ന. നമുക്ക് ഇത്രയും കൺഫേം ആയിട്ട് എന്താ പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഓൾറെഡി എന്തുണ്ട്, RRB JEEയുടെ ഒരു എക്സാം കലണ്ടർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ ആ എക്സാം കലണ്ടർ ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. RRB JEEയുടെ എക്സാം കലണ്ടർ പറഞ്ഞിരിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ ആണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ ഇൻഡിക്കേറ്റിംഗ് പ്രപ്പോസൽ ഓഫ് CA എന്ന് പറഞ്ഞിരിക്കുന്നത് ജൂൺ 2025 ആണ്. അതായത് ഇപ്പം നമ്മൾ ജൂൺ 2025 ഉള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂൺ 5-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ജൂണിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് RRBയുടെ ആനുവൽ കലണ്ടറിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറൊരു ചെറിയൊരു തിരുത്തോട് പറയാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം എന്ന് പറയുന്നത് ജാനുവരിയിൽ വരും എന്നുള്ള ഒരു പ്രപ്പോസൽ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജാനുവരിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ജാനുവരിയിൽ അത് വന്നിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർച്ചിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് 2 മാസത്തെ, ജാനുവരി ഫെബ്രുവരി കഴിഞ്ഞിട്ട് മാർച്ചിലാണ്, അതായത് ഏതാണ്ട് 2 മാസത്തെ ഒരു ഡിലേ സംഭവിച്ചിട്ടുണ്ട്. 2 മാസത്തെ ഒരു ഡിലേ ആണ് RRBയുടെ ALP നോട്ടിഫിക്കേഷൻ CN2/2025 സംഭവിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതേ പാറ്റേൺ ഇവിടെയും ഫോളോ ചെയ്യുകയാണെങ്കിൽ റെയിൽവേ എക്സാംസുകൾ ജൂണിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ ജൂണിൽ വന്നോളൊന്നുമില്ല, അത് ജൂലൈയിലേക്കോ ഓഗസ്റ്റിലേക്കോ വരാനാണ് സാധ്യത. അതായത് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് വരില്ല, ഇനി ഇത്തവണ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ന്യൂസ് അടിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലാരും നിങ്ങൾ കൺവിൻസ് ആവരുത്. നിങ്ങൾ മനസ്സിലാക്കണം, RRBയുടെ ആനുവൽ കലണ്ടർ ആണ്. ഇതൊരിക്കലും നമ്മൾ പറയുന്ന ഒരു കലണ്ടർ അല്ല. RRB ഒഫീഷ്യൽ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒഫീഷ്യൽ ആനുവൽ കലണ്ടർ ഓഫ് RRB റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന മാസം ജൂൺ ആണ്. അങ്ങനെ ജൂണിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഇൻ കേസ്, കാരണം ജൂണിൽ വരാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂണിൽ എന്താണ് ഇപ്പോൾ റീഷെഡ്യൂൾഡ് എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ സ്വാഭാവിക ഡിലേ RRBയുടെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഒരു 2 മാസത്തെ ഡിലേ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റിൽ അതിനപ്പുറം പോകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ ഇനി കേവലം 2 മാസങ്ങൾ കൂടിയേ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ ബാക്കിയുള്ളത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ആണ് ടെക്നിക്കൽ എക്സാംസിൽ ഏറ്റവും അനായാസം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം എന്നുള്ളത്. പക്ഷേ അതിലൊരു തിരുത്തുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേക്കൻസി വൈസ് ആണ് ഞാനത് ഈസിയാന്ന് പറഞ്ഞത്. കോമ്പറ്റീഷൻ വൈസ് ഒരിക്കലും ഇത് ഈസി ആയിട്ടുള്ള എക്സാം ഒന്നുമല്ല. നല്ല എഫേർട്ട് എടുത്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാനാണ്. ഏത് കോമ്പറ്റീഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അത് കിട്ടാറുള്ളൂ. അല്ലാണ്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ കാത്തിരുന്ന് നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ എക്സാം ഡേറ്റ്, ചിലപ്പോൾ ചില ആളുകൾ എന്താ പറയാറിയോ, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കും. എന്നിട്ട് നോട്ടിഫിക്കേഷൻ വന്നാലോ അപ്പോഴും പഠിച്ചു തുടങ്ങില്ല. അപ്പോൾ ഒരു പറയും എക്സാം ഡേറ്റ് വരട്ടെ എന്നിട്ട് പഠിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ എക്സാം ഡേറ്റ് തുടങ്ങിയിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അവസാനത്തെ ഒരു 2-3 മാസം അവർക്ക് മുന്നിൽ കിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്കൊരു 6 മന്ത് നിങ്ങൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യാനും നല്ല
വിജയങ്ങൾ കരസ്ഥമാക്കാനും നിങ്ങൾക്ക് ഈ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ കഴിയും. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് ഈ എക്സാം, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള മുഴുവൻ ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മുന്നിൽ വരാൻ പോകുന്ന ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അത് ജൂലൈ ഓഗസ്റ്റിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് തയ്യാറായിട്ടിരിക്കുക, നല്ല വിജയങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എൻട്രിയിൽ ഇപ്പോൾ എജു ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജൂണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എജു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എജു ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എൻട്രിയുടെ എല്ലാ ടെക്നിക്കൽ കോഴ്സുകളും ഏറ്റവും മികച്ച ഓഫർ ഇന്നേ വരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഓഫറിലാണ് ലഭിക്കാൻ പോകുന്നത്. സോ എജു ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് RRB കോഴ്സുകൾക്കും മികച്ച ഓഫറിൽ നിങ്ങൾക്ക് കോഴ്സ് സ്വന്തമാക്കാം. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. അപ്പോൾ നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരികയാണ്. അതായത് RRBയിൽ നമുക്ക് എത്ര സാലറി കിട്ടും എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ സാലറി എന്ന് പറയുന്നത് 7th പേ സ്കെയിലിനെ ബേസ് ചെയ്തിട്ടാട്ടോ നമ്മൾ പറയുന്നത്. 7th പേ സ്കെയിലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 8th പേ കമ്മീഷൻ എന്ത് ചെയ്യാൻ പോവാണ്, വരാൻ പോവാണ്. അതിന് മുന്നേ ഉള്ള ഈ 7th പേ കമ്മീഷൻ നമ്മൾ നോക്കുമ്പോൾ ബേസിക് പേ ആയിട്ട് പറഞ്ഞത് 35,400 ആണ്. അതേപോലെ തന്നെ ഡിയർനെസ് അലവൻസ് എന്ന് പറയുമ്പോൾ 50% വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൽ 50% ഡിയർനെസ് അലവൻസ് വരുന്നുണ്ട്. HRA പല കാറ്റഗറി ഉണ്ടാവും, നമ്മൾ സിറ്റിക്ക് അനുസരിച്ചാണ്. 3,540 ഉണ്ട്, 7,080 ഉണ്ട്, 10,000 ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റി. ഇപ്പം നിങ്ങൾ ചെന്നൈയിലാണെങ്കിൽ നല്ല ഇത് കിട്ടും, പക്ഷേ ചെന്നൈൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അത്രത്തോളം വരുന്നുണ്ടാവില്ല. പിന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് 3,600 1,800. പിന്നെ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ടു NPS വരുന്നുണ്ട്, 7,434 വരുന്നുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സാലറി കിട്ടുന്നുണ്ടാവും. അതായത് 63,274 മുതൽ 74,000 വരെ. ഈ വ്യത്യാസം വരാൻ കാരണം HRAയിലുള്ള അതേപോലെ തന്നെ ട്രാവലിംഗ് അലവൻസിലുള്ള ഒരു മാറ്റമാണ്. എന്നാലും മിനിമം ഒരു 63,000 എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ 63,000 നിങ്ങളുടെ കയ്യിൽ ഇൻഹാൻഡ് ആയിട്ട് കിട്ടുമോ? ഇല്ല കേട്ടോ, അതിൽ ചെറിയൊരു പിടുത്തൊക്കെ വരാനുണ്ട്. NPSലേക്ക് ഒരു 10%, അപ്പോൾ ഒരു 5,310 രൂപ NPSലേക്ക് പോകുന്നുണ്ടാവും. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിലേക്ക് ഒരു 250 പോകുന്നുണ്ടാവും. അതേപോലെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൽ ഒരു 30 രൂപ അതുകൂടി കുറയും. അങ്ങനെ ആ ഒരു എമൗണ്ട് കൂടി കുറയുകയാണെങ്കിൽ ഒരു 5,500 രൂപ കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 63,000 ഒരു 5,500 കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 57-58 ഇടയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻഹാൻഡ് ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നല്ലൊരു സാലറി തന്നെയാണ്. അതായത് റെയിൽവേയിൽ നിങ്ങൾ ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് കയറുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എബോവ് 55,000 രൂപയാണ് നിങ്ങൾക്ക് സാലറി ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സാലറിയെ കുറിച്ച് പറയുന്നതിനറിയോ, ഈ സാലറി ഒക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മളൊരു ജോബിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഒന്ന്, നമുക്ക് അവിടുന്ന് കിട്ടാൻ സാധ്യതയുള്ള സാലറിയെക്കുറിച്ച്, അവിടുന്ന് കിട്ടുന്ന ലീവിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇത് വരണം, അതായത് ഇന്നർ ഫീലിംഗ് വരണം. നിങ്ങൾക്ക് ഇത് നേടിയെടുക്കണം എന്നുള്ള ആ ഒരു എന്താ പറയുക, എക്സാം നേടിയെടുക്കാനുള്ള ആ ഒരു ടെൻഡൻസി നിങ്ങളിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് തന്നെയാണ് നമ്മൾ ഇത്തരം വീഡിയോസുകൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. ഇനി വേക്കൻസിയെക്കുറിച്ച് നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. വേക്കൻസിയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വേക്കൻസിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം, ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല, കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് എന്ന് പറയുന്ന റെയിൽവേ മിനിസ്റ്റർ, അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയിൽ ഒരുപാട് പുതിയ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് 2025-26 സമയങ്ങളിലായിട്ട് 95,000 പുതിയ പോസ്റ്റുകൾ വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 95,000 പുതിയ പോസ്റ്റുകൾ. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഈ 95,000 എന്ന് പറയുമ്പോൾ അതിൽ ജൂനിയർ എഞ്ചിനീയറും അതിൽ ഉൾപ്പെടും. ഏതൊക്കെ പോസ്റ്റുകൾ വരാം? ജൂനിയർ എഞ്ചിനീയർ വരും, സ്റ്റേഷൻ മാസ്റ്റർ വരും, അതേപോലെ തന്നെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലുള്ള ഒരുപാട് പോസ്റ്റുകൾ, ഈ നമ്മുടെ ടിക്കറ്റ് ചെക്കിംഗ് ഇൻസ്പെക്ടർ, അതേപോലെ കൊമേഴ്സ്യൽ എക്സ്പെർട്ട്, അങ്ങനെ കുറേ പോസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. ടെക്നീഷ്യൻ പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒട്ടനേകം പോസ്റ്റുകൾ, 95,000 പുതിയ പോസ്റ്റുകൾ വരുന്നതാണ് പറഞ്ഞത്. അതിനർത്ഥം 95,000 മാത്രമാണോ? അല്ല, അവിടെ വീണ്ടും വരുന്നത് റിട്ടയർമെന്റ് വരുന്ന സമയത്തും പ്രൊമോഷൻ വരുന്ന സമയത്തൊക്കെ വേക്കൻസീസ് പിന്നെയും ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് 2025 നിങ്ങൾ വേക്കൻസിയുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. കാരണം റെയിൽവേ മിനിസ്റ്റർ ഒരു ഫംഗ്ഷൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, 2025-26 95,000 പുതിയ പോസ്റ്റുകൾ ഇന്ത്യൻ റെയിൽവേയിൽ വരാൻ പോകുന്നു എന്ന് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വലിയ പങ്ക് നമുക്ക് വരാൻ പോകുന്നത് RRB ജൂനിയർ എഞ്ചിനീയറിലും RRBയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലും ഒക്കെ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. സോ ഈ അവസരം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നേരത്തെ പഠിച്ചു തുടങ്ങുക. ഏതൊരു കോമ്പറ്റീഷനിലും വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ളത് നേരത്തെ തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. സോ വളരെ പ്രൂവൺ ആയിട്ടുള്ള, ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഏറ്റവും നല്ല
റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എൻട്രി പ്ലാറ്റ്ഫോമിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ റെയിൽവേ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻട്രിയിൽ എഡ്യൂഫെസ്റ്റ് നടക്കുകയാണ്. എഡ്യൂഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ കോഴ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും മികച്ച ഓഫറിലായിരിക്കും. സോ ഓഫറിൽ ഈ ഒരു കോഴ്സ് ലഭിക്കാൻ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.